ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ ഇന്ന് ആ സെയിം ഡയലോഗ് പറയുന്നില്ല. മിനി വ്ളോഗ്സ് ഇനി സ്റ്റാർട്ട് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ ഒരുപാട് ബിസിയാണ്. ESE എക്സാം വരാണ്, പബ്ലിക് എക്സാം വരാണ്, ട്രൈ ഔട്ടിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും അങ്ങനെ എല്ലാം ചെയ്തിട്ടും പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാത്തിലും ഭയങ്കരമായ തിരക്കിലാണ്. അപ്പോൾ ഞാൻ ഇനി വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യും എന്നൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും ഒരു ടൈറ്റ് ഷെഡ്യൂൾ വരുമ്പം പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഓസലുണ്ട്, പിന്നെ വീഡിയോസ് എടുക്കുക, എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുന്നതൊക്കെ എനിക്കിപ്പം കുറച്ചൊരു ഹെക്റ്റിക്കായിട്ട് എനിക്ക് തോന്നുന്നതിനെ കൊണ്ട് ഞാൻ കുറച്ചത് മാറ്റി വെച്ചതാണ്. ഇഷ്ടപ്പെടുന്ന കാര്യം നമ്മളിങ്ങനെ ഒരുപാട് സ്ട്രെസ് എടുത്ത് ചെയ്തിട്ട് ഇഷ്ടമില്ലാണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. പതിയെ പതിയെ നമുക്ക് ആ ഒരു ട്രാക്കിലേക്ക് വരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേസ്, ഇന്നിപ്പോൾ പറയാൻ വന്നത് അതൊന്നുമല്ല. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ ഈ സെയിം പറഞ്ഞ പോലെ തന്നെ എൻ്റെ ക്ലാസ്സിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഞാൻ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാലോ, നമുക്ക് ഒരു കാര്യത്തിൽ അധികം നേരം ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കാര്യങ്ങളൊക്കെ കുറച്ച് എഴുതി കഴിഞ്ഞതിന് ശേഷം ഡിസ്ട്രാക്റ്റ് ആയപ്പോൾ ഞാൻ എന്താക്കി, റീൽസ് എടുത്ത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത സമയത്ത് നോർമലി വരുന്ന റീൽസ് തന്നെയാണ് വരുന്നത്. ഇപ്പം പോരാത്തതിന് ഒരു പുതിയ ഫിലിമിൻ്റെ എന്തോ പ്രൊമോഷൻ്റെ കാര്യമായിട്ടൊക്കെ ഉള്ള അങ്ങനത്തെ ഒരുപാട് റീൽസൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെട്ടെന്നൊരു പെർട്ടിക്കുലർ റീലിൻ്റെ ഫീഡിൽ വരുമ്പോൾ ഞാനങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണുന്ന സമയത്ത് ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ അറിയാണ്ട് ഇങ്ങനെ കരയുക. അത് ഞാൻ അങ്ങനെ വിചാരിച്ച, ഓ മൈ ഗോഡ്, ഞാൻ ഇങ്ങനെ ഒരാളല്ല, ഞാൻ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മെഹറിനിയേ അല്ല. ഞാനെന്താ പെട്ടെന്ന് ഇങ്ങനെ കരയുന്നതെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ വീഡിയോ വന്നിട്ട് ഒരു അമ്മ അബ്രോഡിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. എന്താ പറയുക, മക്കളെ രണ്ടാളെയും അവരുടെ പാരൻസോ ഹസ്ബൻഡോ ആരോ നോക്കുന്നുണ്ട്. അപ്പം അതിന് ആ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഞാനത് കണ്ടപ്പം ഞാൻ പറയില്ല, ഞാനിങ്ങനെ അറിയാണ്ട് കരയുക. ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഞാൻ അത്രയും സെൻസിറ്റീവ് ആവാത്ത മെഹറിന് അതിപ്പോൾ എവിടെ നിന്നാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നതെന്നുള്ള എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഫോണൊക്കെ അവിടെ വെച്ച് ഞാനിങ്ങനെ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന് പിന്നെ എൻ്റെ മനസ്സിൽ ഫുള്ളും ആ റീൽ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ അതിങ്ങനെ മനസ്സിൽ വരുന്തോറും എനിക്കെൻ്റെ ആ ഒരു സങ്കടത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂടി വരിക. എനിക്കിങ്ങനെ കരച്ചിലിങ്ങനെ ഞാനിങ്ങനെ തേങ്ങി കരയാണ്. അപ്പോൾ ഞാനിങ്ങനെ അവിടെയൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ എഴുത്തിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത്, പക്ഷേ എനിക്ക് ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സംഭവം എൻ്റെ മൈൻഡിൽ കയറിപ്പോയല്ലോ. അങ്ങനെ ഞാൻ പിന്നെയും ഫോണെടുത്ത് റീലെടുത്ത് പിന്നെ ഞാൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ സെയിം റീൽ തന്നെ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കും, ഞാനെന്താ ഈ ഒരു ലൂപ്പിനുള്ളിൽ ഞാൻ പെട്ടുപോയ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടോ. പിന്നെ ഞാൻ റീൽസ് വേറെ മാറ്റാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തിട്ടും എനിക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് പിന്നെ തോനെ റീൽസ് ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പോഴാണ് ഞാൻ ആ കാര്യം മനസ്സിലായത്. ഞാനൊരു മമ്മായതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് സാധനം ഞാൻ അൺലോക്ക് ചെയ്ത്, എനിക്കെൻ്റെ ഓസൽ ഇല്ലാണ്ട് പറ്റൂല. ഞാൻ ഇനിയിപ്പോൾ ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും ഓസലിനെ ഇവിടെ ഇട്ടേച്ച് പോകുമ്പം എനിക്ക് പറ്റൂല. ആ ഒരു സാധനം വരാൻ തുടങ്ങി. ഈ കാര്യം എനിക്ക് നിങ്ങളോട് പറയണം തോന്നി. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.